സംവിധായകൻ രഞ്ജിത്തിനെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് എത്തിച്ചിരിക്കുകയാണ്. ലൈംഗിക പീഡന കേസിലാണ് സംവിധായകൻ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ തെളിവെടുപ്പ് നടപടികളിലേക്ക് കടക്കുകയാണ്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ വായിച്ചിരുന്നത്. വിപിൻ, ഇത് ഏത് സ്ഥലത്താണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്? വിപിൻ, ഉന്മേഷ്, ഇപ്പോൾ AR ക്യാമ്പിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. ഇവിടെയാണ് 2 കാരവൻ വാഹനങ്ങൾ എത്തിച്ചിരുന്നത്. പോലീസ് കണ്ടെടുത്തതിന് ശേഷം അത് ഇവിടെയാണ് എത്തിച്ചിരുന്നത്. ആ വാഹനത്തിൽ എത്തിച്ചാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. കാരവനിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് യുവനടിയുടെ പരാതി. അതുകൊണ്ട് തന്നെ ഈ തെളിവെടുപ്പിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ കാരവനിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ രഞ്ജിത്തിനെ കൊണ്ട് AR ക്യാമ്പിലുള്ള ഈ കാരവനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് 2 കാരവനുകൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. ഒപ്പം തന്നെ ഈ സിനിമയുടെ, അതായത് രഞ്ജിത്ത് തന്നെ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് ഫോർട്ട് കൊച്ചിയിലെ ആസ്പിൻ വാളിലായിരുന്നു. ആസ്പിൻ വാളിൽ നേരത്തെ രഞ്ജിത്തുമായി എത്തുകയും അവിടെ തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ AR ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒപ്പം വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ രഞ്ജിത്ത് നേരിടുന്നുണ്ട്. ഇന്നലെ വൈകിട്ടും ആശുപത്രിയിൽ കാണിച്ചിരുന്നു. അതിനുശേഷം ഇന്ന് തന്നെ ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഒരു പക്ഷേ മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിൽക്കുന്നത്. നാളെ വൈകിട്ട് വരെയാണ് രഞ്ജിത്തിന്റെ കസ്റ്റഡി അപേക്ഷ പോലീസിന്റെ കയ്യിലുള്ളത്. അല്ലെങ്കിൽ പോലീസ് നാളെ വൈകിട്ട് വരെ പോലീസിന് കസ്റ്റഡിയിൽ സൂക്ഷിക്കാം. പക്ഷേ ഇന്ന് തന്നെ മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോഴും ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇത് സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ കുറ്റം നിഷേധിക്കുകയാണ് രഞ്ജിത്ത് ചെയ്യുന്നത്. പലപ്പോഴും പല ചോദ്യങ്ങൾക്കും അദ്ദേഹം മൗനം മാത്രമാണ് മറുപടി എന്നുള്ളതും ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലുകളോ അല്ലെങ്കിൽ ആ സിനിമാ സെറ്റിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനോ ഉള്ള സാധ്യത കൂടുതലായി തന്നെ നിൽക്കുന്നു. ഈ ഒരു അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ കാരവനിലെ ഡ്രൈവറെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ വാഹനം എത്തിക്കുക എന്നതിനപ്പുറമായിട്ട് മറ്റൊന്നും തന്നെ തനിക്കറിയില്ല എന്നുള്ള മൊഴിയാണ് ലഭിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് തനിക്കറിയില്ല എന്നുള്ളത് ഈ കാരവനിലെ ഡ്രൈവർ മൊഴി നൽകിയിരിക്കുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവെടുപ്പ് പോലീസിന്റെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അതിനുശേഷമായിരിക്കും, അതായത് ചൊവ്വാഴ്ചയായിരിക്കും രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. കഴിഞ്ഞ ഈ അറസ്റ്റിലായ സമയത്ത് തന്നെ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു എന്നുണ്ടെങ്കിലും അത് കോടതി നിഷേധിക്കുകയും പിന്നീട് അത് മാറ്റിവെക്കുകയുമായിരുന്നു. അത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അതിനുള്ളിലാണ് പോലീസിന് കസ്റ്റഡിയിൽ നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോഴിതാ AR ക്യാമ്പിൽ കാരവൻ വാഹനത്തിൽ രഞ്ജിത്തുമായുള്ള പരിശോധനകൾ, തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.